വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ കാലവർഷം മൂലം ബദൽ പാത തകർന്നതിൽ തരൂർ, തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തുകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് യാത്രാ ദുരിതം. കനത്ത മഴയിൽ തിരുവല്ലാമല, തരൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തോട്ടുംപള്ള പാലം നിർമ്മിക്കുന്ന ഭാഗത്തെ ബദൽ പാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞതാണ് തിരുവല്ലാമല, തരൂർ നിവാസികൾക്ക് ഗതാഗത ദുരിതം തീർത്തിരിക്കുന്നത്. ബദൽ പാത ഇടിഞ്ഞു പോയതിനാൽ തിരുവല്ലാമല ഭാഗത്തേക്ക് ഇപ്പോൾ ബസ്സും ലോറിയും കടത്തിവിടുന്നില്ല. സ്കൂൾ തുറക്കുന്നതോടെ സ്കൂൾ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെ വരുന്നത് വിദ്യാർത്ഥികളെ വലയ്ക്കുകയാണ്. ചൂലന്നൂർ, എരുക്കുളം, പട്ടിപ്പറമ്പ് വഴിയും നടുവത്തപ്പാറ, തിരുവല്ലാമല വഴിയും വാഹനങ്ങൾ ചുറ്റിപ്പോകേണ്ട അവസ്ഥയാണിപ്പോൾ. ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് ഏവർക്കും ഉള്ളത്. തരൂർ പഴമ്പാലക്കോട് സ്കൂളിലെ അധ്യാപകനായ സംഗീത് മാസ്റ്റർ അടിയന്തരമായി ബദൽ സംവിധാനം നടപ്പിലാക്കേണ്ടതിനെ കുറിച്ച് വിശദമാക്കുന്നു. തോട്ടുംപള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി പഴയ പാലം പൊളിച്ചത്, അതിന് സമാന്തരമായി ചെറിയ യാത്രാ സംവിധാനത്തിൽ വഴി ഉണ്ടാക്കിയെങ്കിലും ആ വഴി ഈ മഴയത്ത് ഒലിച്ചു പോയൊരവസരം നിലനിൽക്കുകയാണ്. ഈ അവസരത്തിൽ പട്ടിപ്പറമ്പ് മേഖലയിൽ നിന്നും പഴമ്പാലക്കോട് സ്കൂൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് കുട്ടികൾക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. പട്ടിപ്പറമ്പ് മേഖലയിലുള്ള കുട്ടികൾ പഴമ്പാലക്കോട് സ്കൂളിൽ എത്തുന്നതിന് വേണ്ടി ചൂലന്നൂർ വഴി 6-7 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് എത്തേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ താൽക്കാലികമായിട്ടുള്ള പാതയിൽ ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരെ ആവശ്യപ്പെടുന്നത്. പഴമ്പാലക്കോട് കൂട്ടുപാത മുതൽ തോട്ടുംപള്ള പാലം വരെയുള്ള റോഡിൽ പൊതുജനങ്ങൾക്ക് ഭീഷണി നേരിടുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യമുയർന്നിരുന്നു. കൂടാതെ ശാസ്ത്രീയമായ രീതിയിൽ കാന പണിയുന്നതിനും ചില മരങ്ങൾ മുറിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്ന് പൊതുജനങ്ങൾ ആരോപിക്കുന്നുമുണ്ട്. തിരുവല്ലാമല പഞ്ചായത്തും തരൂർ പഞ്ചായത്തും ബന്ധിപ്പിക്കുന്ന റോഡാണ് കൂട്ടുപാത മുതൽ തോട്ടുംപള്ള വരെ. റോഡ് പണി കഴിഞ്ഞു. അനാസ്ഥ മൂലം മരങ്ങൾ മുറിക്കാതെയാണ് അവിടെ റോഡ് പണി നടക്കുന്നത്. മരങ്ങൾ ചെരിഞ്ഞ് വീഴാനായി പെരപ്പുറത്തും വൈദ്യുതി ലൈനിൻ്റെ മേലൊക്കെ വീഴാനായി 2-3 മരങ്ങൾ നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് റെഡിയാവുമെന്ന് പറഞ്ഞ് ഈ മഴക്കാലമാണ് വരുന്നത്, അതിനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു തരണം. പിന്നെ നമ്മുടെ തോട്ടുംപള്ള പാലം ഞാൻ അന്ന് പണി തുടങ്ങുമ്പോഴേ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മെയ് മാസത്തിൽ പാലത്തിൻ്റെ പണി തീരും, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ നമ്മളത് പറഞ്ഞിട്ടുണ്ടാകുന്നത്. എന്താ കാര്യം പറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്തപ്പോൾ വാഹനങ്ങൾ പോകണമെന്നില്ല. ഇപ്പോൾ പട്ടിപ്പറമ്പിൽ നിന്നായാലും തിരുവില്ലാമലയിൽ നിന്നായാലും പഴമ്പാലക്കോട് സ്കൂള്, കാവിശ്ശേരി സ്കൂള്, ആലത്തൂർ സ്കൂള്, നെന്മാറ സ്കൂളിലേക്കൊക്കെയാണ് ഇവിടെ നിന്ന് ആൾക്കാർ പോകുന്നത്, കുട്ടികൾ പോകുന്നത്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ 2 ദിവസം കഴിഞ്ഞാൽ തിങ്കളാഴ്ച സ്കൂൾ തുറക്കാൻ പോവാണ്. ഇതൊരു മെല്ലപ്പോക്ക് നയമാണെങ്കിൽ അവിടുത്തെ ജനങ്ങളെ കൂട്ടി ഒരു പ്രക്ഷോഭം നടത്തുവാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കും. പൊതുപ്രവർത്തകരായ രാംകുമാർ നമ്പ്യാത്ത്, സതീഷ് കുന്നത്ത് എന്നിവരും പാലം നിർമ്മാണത്തിനിടെ ബദൽ പാത എത്രയും വേഗം പൊതുജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. തിരുവില്ലാമലയും തരൂരും 2 പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലവർഷം വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ എത്തുകയും ഈ റോഡുകൾ താറുമാറാകുകയും വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അത്രയും ശോചനീയമായ അവസ്ഥയിലോട്ടാണ് ഈ റോഡിൻ്റെ അവസ്ഥ കിടക്കുന്നത്. ഇതിൻ്റെ സൈഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നതുവരെ തെങ്ങുകുറ്റികൾ കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ചതാണ്. വേണ്ടത്ര ബലം അതിന് ഉണ്ട് എന്ന് തോന്നുന്നില്ല. രക്ഷാകർത്താക്കളും നാട്ടുകാരും ഈ കുട്ടികളെ വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ പള്ളിക്കൂടത്തിലോട്ട് അയക്കാൻ ഒരു മാർഗവുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ചിരിക്കുകയാണ്. വാഹനങ്ങളൊന്നും കടന്നു പോകാതെ ഇവർക്ക് വിദ്യാലയങ്ങളിൽ എത്തിപ്പറ്റാനും മറ്റു കാര്യങ്ങൾക്കും ഈ അശാസ്ത്രീയമായ റോഡ് പണി തടസ്സമായിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി വിദ്യാർത്ഥികളെ പള്ളിക്കൂടത്തിലോട്ട് അയക്കുമ്പോൾ എന്താണ് കേൾക്കാൻ കഴിയുക എന്നുള്ള ഭയാശങ്കയിൽ രക്ഷാകർത്താക്കൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുവാൻ ഇതിൻ്റെ സർക്കാരോ അല്ലെങ്കിൽ മറ്റു വേണ്ടപ്പെട്ട ആളുകളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അത് അശാസ്ത്രീയമാണ് ഈ റോഡ് പണി.
ഈ റോഡ് പണി കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ചതാണ്. അതിൻ്റെ കാലാവധിക്ക് മുമ്പ് തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇതിൻ്റെ ഭവിഷ്യത്തുകളിൽ പെടുന്നു. അതുപോലെ തന്നെ സൈഡ് പ്രൊട്ടക്ഷനുകളും മറ്റുള്ള കാര്യങ്ങളും വേണ്ട രീതിയിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയത്ത് നമുക്ക് മറ്റു സ്ഥലങ്ങളിലുള്ള മരങ്ങൾ, ബലഹീനമായ മരങ്ങൾ പല പ്രാവശ്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടും അതെല്ലാം മുറിച്ചു മാറ്റുന്നതിനും മറ്റുള്ള കാര്യങ്ങളും PWDയും അനാസ കാണുകയാണ്. ഇല്ലാത്ത വിലകൾ നൽകി ഈ അടുത്ത പ്രാവശ്യത്ത് തന്നെ ഈ അവിൽമൽ പ്രദേശങ്ങളിലൊക്കെ മരം വീണ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഈ വിദ്യാർത്ഥികൾ പള്ളിക്കൂടം വിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കാറ്റും മഴയിലും ഇതുമെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും, വലിയൊരു അപകടമാണ് ക്ഷണിച്ചു വരുത്താൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. വിദ്യാലയം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി വിലപിച്ചിട്ട് കാര്യമില്ല. സംഭവിക്കുന്നതിന് മുമ്പ് വേണ്ടത്ര ജാഗ്രത പുലർത്തിക്കൊണ്ട് റോഡുകളും വഴിയിലെ വൃക്ഷങ്ങളും മറ്റുള്ള കാര്യങ്ങളും വെട്ടിമാറ്റാനും മറ്റുള്ള കാര്യങ്ങളും സംവിധാനം ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ തരൂരും തിരുവില്ലാമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തും കൊണ്ട് എത്ര കിലോമീറ്റർ ദൂരമാണ് കുട്ടികൾ യാത്ര ചെയ്ത് പോകേണ്ടി വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതാണ്. പട്ടിപ്പറമ്പും ഭാഗങ്ങളിൽ കൂടെ വളഞ്ഞു പോരുക, റോഡുകൾക്ക് അതിന് മാത്രമുള്ള സൗകര്യങ്ങളില്ലാതിരിക്കുക, ഇതെല്ലാം കുട്ടികളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കും. രക്ഷാകർത്താക്കൾ അതിലെല്ലാം ഭയാശങ്കരാണ്. അതിനു വേണ്ട ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന് വിനീതമായി ഇതിന്റെ അധികാരികളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏവർക്കും അത്യാവശ്യമായ പഴമ്പാലക്കോട് തോട്ടുംപള്ള ബദൽ പാലം എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സ്കൂൾ ബസ് ഉൾപ്പെടെ വാഹനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. CCV ന്യൂസ്, തിരുവില്ലാമല.